നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. ഈ പഞ്ചഭൂതങ്ങള് പറയുമ്പോൾ നമ്മൾ അഗ്നി മുതൽക്കാണ് പറയുന്നത്, അങ്ങനെയാണ് കുറെ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ബ്രഹ്മലോകത്ത് അത് തുടങ്ങുന്നത് ആകാശത്തു നിന്നാണ്, അതായത് സ്പേസ് എന്നുള്ള വാക്ക് നിന്നാണ്, എലിമെന്റ് നിന്നാണ് തുടങ്ങുന്നത്. അതെങ്ങനെ ബ്രഹ്മലോകത്തിന്റെ ഓർഡർ ആണോ, അതോ അത് അങ്ങനെ തന്നെ വെച്ചതാണോ, അത് വെറുതെ അങ്ങനെ തന്നെ വെച്ചാണോ, അതോ എന്തെങ്കിലും ഒരു പ്രത്യേകം ഓർഡർ ആക്കിയാണോ? ചോദ്യം. അതെ, അതായത് അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പഞ്ചഭൂതങ്ങളെ നമ്മൾ ആരാധിക്കുമ്പോൾ ബ്രഹ്മലോകത്ത് എന്തുകൊണ്ട് ആകാശം മുതൽ തുടങ്ങുന്നു? അതെ അതെ ചോദ്യം. ഓക്കെ, ശരി. അതായത് നമ്മൾ വേദങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ആദ്യം നമ്മൾ കാണുന്നത് അഗ്നിദേവനെ പൂജിക്കുന്നതായിട്ടാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൂർവികർ അവർക്ക് അന്ന് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നായിരുന്നു അഗ്നി. കാരണം അതിൽ തൊട്ടാൽ കൈകൊള്ളും, അതെ, അതിന് ചൂടുണ്ട്. ഇങ്ങനെ അതുകൊണ്ടായിരിക്കണം അവർ അന്ന് അഗ്നിദേവനെ, അതായത് ആദ്യ സൃഷ്ടിയായി, പഞ്ചഭൂതങ്ങളെ ആദ്യ സൃഷ്ടിയായി പരിഗണിച്ച് അഗ്നിദേവനെ പൂജിച്ചു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഉപനിഷത്തുകൾ വന്നപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായി. ഉപനിഷത്തുകളിൽ ചിലയിടത്ത് ഭൂമി മുതൽ തുടങ്ങുന്നുണ്ട്, ചിലയിടത്ത് വായു മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഭൂമി മുതൽ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് വളരെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു പക്ഷെങ്കിൽ നമ്മൾ ഭൂമിയിൽ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് തോന്നിക്കാണും ഭൂമിയാണ് നമുക്ക് ആദ്യം ആരാധ്യ ദേവത, അല്ല ആരാധ്യ ദൈവം എന്ന് അവർക്ക് തോന്നിക്കാണാം. ഞാൻ വളരെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പൊ അഗ്നിദേവനോ മറ്റേ ഭൂമിയോ അല്ലെങ്കിൽ ആകാശമോ അവരെ വായുവോ എന്തൊക്കെയോ ആദ്യം നമ്മൾ പൂജിക്കുന്നതെങ്കിൽ അതിനെയാണ് ആദ്യം സൃഷ്ടികർത്താവ് നമുക്കിവിടെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നതെങ്കിൽ അവരെവിടെ ഇരിക്കും, എവിടെ കുടികൊള്ളും? മനസ്സിലായി? അപ്പൊ സ്പേസ് എന്ന് പറയുന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ശൂന്യ ഇടം, അതായത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലം നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളിടത്തല്ലേ മറ്റ് സാധന സാമഗ്രികൾ നമുക്ക് വെക്കാൻ പറ്റും. അതെ അല്ലേ? അതെ. ഇപ്പൊ നിറഞ്ഞ് തിങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഇടത്തിനാണ്, അതായത് സ്പേസ് എന്ന് പറയുമ്പോൾ ആ ഇടത്തിനാണ് നമ്മൾ സ്പേസ് അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നത്. അതായത് ശൂന്യം, അവിടെ ഒന്നുമില്ല, അവിടെ മറ്റു വസ്തുവകൾ നമുക്ക് വെക്കാൻ പറ്റും. മനസ്സിലായി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആകാശത്തെ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ മറ്റുള്ള ഭൂതങ്ങളെ, അതായത് മറ്റു 4 ഭൂതങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അവർക്ക് കുടികൊള്ളണം, അതെ, അതിന് സ്ഥലം വേണം. അതെ, അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ്. അങ്ങനെയാണ് നമ്മളവിടെ ആദ്യം ആകാശം തന്നെ പ്രാർത്ഥിക്കാൻ. നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ അവിടെ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി അഥവാ ഖരം, സോളിഡ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ഭൂമിയിലായതുകൊണ്ടാണ് നമ്മൾ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇത് കൂടെ മനസ്സിലായി. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഒരു കടുകുമണി പോലും ഇല്ല. നമുക്കത് മനസ്സിലാക്കണം. അതെ, അത്രയും പോലും വലിപ്പമോ പ്രാധാന്യമോ ഇല്ലെന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. പക്ഷെ നമ്മൾ ഭൂമിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൂമി നമ്മൾ പ്രപഞ്ചം എടുക്കുമ്പോൾ, യൂണിവേഴ്സായിട്ട് എടുക്കുമ്പോൾ, അത് ഖരം, സോളിഡ് എന്നാണ് നമ്മളതിനെ, ആ പഞ്ചഭൂതങ്ങൾ ഒന്നിനെ പറയേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ അർത്ഥത്തിലാണ് നമ്മളിവിടെ ബ്രഹ്മലോകത്ത് ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. ഇനി ഞാൻ വേറൊന്നുകൂടെ പറയാം. അപ്പൊ ആദ്യം നമ്മൾ അഗ്നിദേവനെ പൂജിച്ചു എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. അല്ലെ, നമ്മൾ വായുദേവനെ പൂജിച്ചു, ആദ്യം ഒരു കുഴപ്പവുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ തെങ്കാശി ചെന്നപ്പോൾ ബ്രഹ്മലോകം സ്ഥാപിച്ചപ്പോൾ 2017 അവിടെ ബ്രഹ്മലോകം സ്ഥാപിക്കുന്നു. അവിടെ മഴയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു തെങ്കാശിയിൽ മൊത്തം ഏരിയ. മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവിടെ മഴ വരുന്നില്ല. അപ്പൊ നമുക്ക് തോന്നി അവിടെ ഒരു വരുണയാഗം നടത്തണമെന്ന്. നമ്മൾ വളരെ ബൃഹത്തായ ഒരു വരുണയാഗം നടത്തി അവിടെ. എൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അവിടുത്തെ ചീഫ് പ്രീസ്റ്റായ ശ്രീ SRK രാജഗോപാലൻ അവറുകളായിരുന്നു ചീഫ് പ്രീസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞങ്ങൾ നല്ല ഒരു വരുണയാഗം നടത്തി. അത് കഴിഞ്ഞ് മഴ ഇടിച്ച് പെയ്തു എന്നാണ് പറയുന്നത്, ആൾക്കാർ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് സ്പേസ് അല്ലെങ്കിൽ ആകാശ ദേവനെ അല്ല അവിടെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ നമ്മൾ ഇതിനു വേണ്ടിയാണ് ചെന്നിരിക്കുന്നത്.
അല്ലേ? ഭരണപ്രീതി കിട്ടാനാണ്, ഭരണപ്രീതി യാഗമാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ പഞ്ചഭൂതങ്ങളെ ആരാധിക്കുകയാണ് എങ്കിൽ ആദ്യം സ്പേസ് അഥവാ ശൂന്യം ആയിട്ടുള്ള അതിനെ തന്നെ നമ്മൾ ആദ്യം ആരാധന തുടങ്ങണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പോലും അവിടെ ഇരിക്കുന്ന മറ്റുള്ള ഭൂതങ്ങൾക്ക് പോലും അത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയതും എനിക്ക് അറിയിക്കാനുള്ളത്. അതുപോലെ ചിലർ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു സ്പീച്ചിൽ കേട്ടിട്ടുണ്ട്. ബ്രഹ്മലോകത്ത് നിന്ന് വന്ന ഒരു 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 മഹത് വ്യക്തിയായിരുന്നു. അതായത് അവിടെ പറഞ്ഞപ്പോൾ പറയുന്നത്, ഈ ആകാശം എന്ന് പറയുമ്പോൾ മേപ്പോട്ട് നോക്കി കാണുന്ന കാർമേഘങ്ങളും ഇതൊക്കെയാണ് ആകാശം എന്നുള്ള ഒരു ധാരണയിൽ നമ്മുടെ ആൾക്കാർ വർഷങ്ങളോളം വിശ്വസിച്ച് പോരുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. അവർക്ക് ഈ ആകാശം എന്ന് പറയുന്നത് ശൂന്യമാണ്, അതായത് എംപ്റ്റി സ്പേസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് അതിനുശേഷം കറക്റ്റ് ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. എന്നാൽ അവിടെ വന്ന് പലരും എന്നോട് ചോദിച്ചു, ഇതിന്റെ ഓരോന്നിന്റെയും ഇന്റർപ്രിട്ടേഷൻ എനിക്കറിയുന്ന എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഇതെന്ന് പറയും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്റർ എന്ന് നമ്മൾ ISRO എന്ന് പറയുന്നത്, അത് തന്നെ നമ്മുടെ ആൾക്കാർ ചിലർ മനസ്സിൽ തെറ്റായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ സ്പേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇങ്ങനെ അങ്ങോട്ട് പോയി റിസർച്ച് എന്നുള്ളതാണ് ഒരു ധാരണ. ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അതിനൊക്കെ ശരിയായിട്ടും പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്പേസിന്റെ അർത്ഥം ശൂന്യത എന്ന് തന്നെയാണ്, ഒന്നില്ലാത്ത അവസ്ഥ. അതാണ് മനസ്സിലായി സ്പേസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഈ ഓർഡറിൽ തന്നെ പഞ്ചഭൂതങ്ങളെ പ്രാർത്ഥിക്കാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി. ക്ലിയർ ആണ്. വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.